ദൈവം നമുക്ക് നൽകിയതായ ഈ നല്ല സമയത്തിനായി, നല്ല ദിവസത്തിനായി നമുക്ക് നന്ദിയുള്ളവരായി അവന്റെ സന്നിധിയോട് ചേർന്ന്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നവരല്ല. യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെയല്ല നമ്മുടെ പ്രവർത്തനം. അത് വ്യത്യസ്തമാണ്. നമ്മളുടെ ഓരോ പ്രവർത്തനത്തിലും അതിന്റെ പിന്നിലും ചില വികാരങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ ചില വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ സംഭവങ്ങളോടോ സാഹചര്യങ്ങളോടോ മനുഷ്യർക്കുള്ള ഒരു തരം പ്രതികരണങ്ങളാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സംഭവങ്ങളോടും സാഹചര്യങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്ന ഒരു തരത്തിലുള്ള പ്രതികരണമാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വൈകാരികമായ കാര്യങ്ങൾക്ക്, ഈ വികാരങ്ങൾക്ക് 3 പ്രത്യേകതകളാണ് അതിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് വൈകാരികമായിട്ട് ഉള്ള ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാരീരികമായ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശാരീരിക ഉത്തേജനമുണ്ട്, ഒരു ഫിസിക്കൽ അറൗസലുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് ആ വികാരം പുറം ലോകത്തിന് വെളിപ്പെടുന്ന രീതിയിൽ ഒരു പെരുമാറ്റം അതിനോടനുബന്ധിച്ച് നടക്കും, ഒരു ബിഹേവിയർ. പുറമേയുള്ളവർക്ക് അത് കാണാവുന്ന രീതിയിൽ, ആ വികാരത്തെ പ്രകടമാക്കുന്ന രീതിയിൽ ചില പെരുമാറ്റം അതിനോടനുബന്ധിച്ച് നടക്കും. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വൈകാരികമായിട്ടുള്ള സമയത്ത് നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ആ വൈകാരികതയെ കുറിച്ചുള്ള ഒരു ആന്തരിക അവബോധം നമുക്കുണ്ടാകും. ആ ഒരു അവയർനെസ്, ആ വികാരത്തെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടാകും. ദേഷ്യപ്പെടുന്ന സമയങ്ങളിൽ നമുക്കറിയാം ഞാൻ ദേഷ്യപ്പെടുകയാണെന്ന്. ആ ആന്തരികമായ അവബോധം. ദുഃഖിക്കുന്ന സമയങ്ങളിൽ നമുക്കറിയാം, നമ്മളുടെ ഉള്ളിൽ നമുക്കറിയാം എനിക്ക് ദുഃഖമാണെന്ന് നമുക്കറിയാം. അപ്പൊ 3 കാര്യങ്ങൾ വൈകാരികമായ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന 3 കാര്യങ്ങളാണ്, അതിൻ്റെ 3 സവിശേഷതകളാണ്. ഒന്ന്, ഒരു ശാരീരികമായ ഉത്തേജനം. 2, അത് പുറം ലോകത്തിന് വെളിപ്പെടുന്ന ഒരു പെരുമാറ്റം, ഒരു പ്രകടനം. അതിന് നമ്മൾ ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും, വൈകാരികമായ പ്രകടനം. 3 എന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു അവബോധം നമ്മൾക്ക് ലഭിക്കുന്നു. ആ വികാരത്തിന് നമ്മൾ കൊടുക്കുന്ന ലേബൽ അല്ലെ, അത് ആന്തരികമായിട്ട് നമുക്കുള്ള അവബോധമാണ്. അപ്പോൾ ഇപ്രകാരം 3 ഘടകങ്ങളാണ്, 3 സവിശേഷതകളാണ് വൈകാരിക തലത്തിന് ഉള്ളത്. ഇതിൻ്റെ ഒരു ശരീരശാസ്ത്രം
വികാരങ്ങളുടെ ഒരു ശരീരശാസ്ത്രത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമ്മൾ ആ വൈകാരിക തലത്തിലേക്ക് കടന്നു ചെല്ലുന്നു, അപ്പോഴൊക്കെ നമുക്ക് ചില ശാരീരികമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, ചില ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ നമ്മുടെ ഹൃദയം ഇടിപ്പ് കൂടും, നമ്മളുടെ ശ്വസനം അത് വേഗത്തിലാകും, ഒരുപക്ഷെ കണ്ണിന്റെ കൃഷ്ണമണികൾ അത് വികസിക്കും. ചില ഘട്ടങ്ങളിൽ വായ് വരണ്ടു പോകും പോലെ തോന്നും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് നമ്മൾ നമ്മിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം ദേഷ്യപ്പെടുമ്പോൾ നമ്മിൽ വരാറുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നാം ഭയങ്കരമായിട്ട് ദുഃഖിക്കുമ്പോൾ നാം ചെയ്യാറുള്ളത്, നമ്മളുടെ പ്രകടനങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നാം അവസാനമായി ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയ സന്ദർഭം ഏതാണ്? ചങ്കിടിപ്പ് കൂടിയോ? ശ്വസനം വേഗത്തിലായോ? വായ് വരളും പോലെ തോന്നിയോ? ഇതൊക്കെ സ്വാഭാവികമായും നാം വൈകാരികമായി പോകുന്ന നിമിഷങ്ങളിൽ, സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ശാരീരികമായ ചില ഉത്തേജനങ്ങളാണ്. ഇതിന്റെ എല്ലാം ഇരിപ്പിടം എന്ന് പറയുന്നത്, വികാരങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിൽ അമിഗ്ഡല എന്ന് പറയുന്ന ഒന്നുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ ഇരിപ്പിടം, സീറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനില്, ലിംബിക് സിസ്റ്റത്തിൽ ഒരു ചെറിയൊരു പാർട്ടാണ് അമിഗ്ഡല എന്ന് പറയുന്നത്. അത് മനുഷ്യരിലും മൃഗങ്ങളിലും ഭയം, ആനന്ദം, ഇങ്ങനെയുള്ള ഓരോ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ആ ഭാഗത്ത് നിന്നാണ്. നമ്മുടെ മുഖഭാവങ്ങളെയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഈ മേഖല, ആ ഒരു ഭാഗത്തിന് കഴിയും. മറ്റ് ബ്രെയിനിലും മറ്റ് ഭാഗങ്ങളുണ്ട്, എന്നാലും പ്രധാനമായിട്ടും അതിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ്. ഒരു വികാരത്തിന്റെ അധീനതയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ആളുകൾ പ്രതികരിക്കാറ്, പെരുമാറാറ്? മുഖഭാവങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മളുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് ആ വൈകാരിക തലം മിക്കവാറും നമുക്ക് മനസ്സിലാകും, അല്ലെ? നമ്മൾ ചിരിക്കുമ്പോഴുള്ള ആ വൈകാരിക തലം സന്തോഷമാണ്, കരയുമ്പോൾ അതിന്റെ വൈകാരിക തലം എന്ന് പറയുന്നത് ദുഃഖമാണ്. അപ്പോൾ മുഖഭാവങ്ങൾ, പിന്നെ ശാരീരിക ചലനങ്ങൾ, ശരീരത്തിന്റെ ഓരോ ചലനങ്ങൾ, അത് നമ്മളുടെ വൈകാരിക തലത്തെ പ്രകടമാക്കുന്ന ഒന്നാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ വൈകാരിക തലം പ്രകടമാക്കും. നന്നായി ദേഷ്യപ്പെട്ട്, അല്ലെ, നമ്മൾ ഒരുപക്ഷെ കയ്യിൽ കിട്ടുന്ന ചിലപ്പോൾ വലിച്ചെറിയും. ആ എറിയണ കാണുമ്പോൾ അറിയാം എന്താണ് നമ്മളുടെ പിന്നിലെ ആ വൈകാരിക തലം എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മളുടെ മുഖഭാവങ്ങൾ, ശാരീരികമായ ചലനങ്ങൾ, ശരീരത്തിന്റെ ചലനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒരാൾ ഏത് വൈകാരിക തലത്തിലാണ് ഉള്ളത് എന്നുള്ളത് വെളിവാക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ നെറ്റി ചുളിക്കാറില്ലേ? ചിലപ്പോൾ നമ്മൾ പുഞ്ചിരിക്കും. ചിലപ്പോൾ സങ്കടകരമായ ഭാവങ്ങൾ നമ്മൾ കാണിക്കും. കൈകൊണ്ട് നമ്മൾ ആംഗ്യങ്ങൾ കാണിക്കും. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിൽക്കും.
ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ശക്തമായ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ ആ വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളുടെ പ്രകടനങ്ങളിലും നമ്മളുടെ പെരുമാറ്റങ്ങളിലും നമ്മളുടെ മുഖഭാവങ്ങളിലും ഒക്കെ വരുന്ന മാറ്റങ്ങളാണ്. ചിലർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും, പോരടിക്കും. ചിലർ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അല്ലേ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. പേടി വരുമ്പോൾ ചിലർ ഓടും, ചിലർ അലറി വിളിക്കും. ഇതൊക്കെ അവർ ആയിരിക്കുന്ന ആ വൈകാരിക തലത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഓരോ കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് വികാരങ്ങൾ. ഇതില്ലാത്തവർ ആരുമില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ചില വികാരങ്ങൾ, അത് പോൾ എക്മൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നത് ഒരു 6 വികാരങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന എല്ലാ മനുഷ്യരിലും, അത് കേരളത്തിലുള്ള ആളാകാം, അമേരിക്കയിലുള്ള ആളാകാം, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ആളാകാം, എവിടെയാണെങ്കിലും എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് 6 വികാരങ്ങൾ ഉള്ളതായിട്ട് അദ്ദേഹം പറയും. അതിന് യൂണിവേഴ്സൽ ആണ് അല്ലെങ്കിൽ അടിസ്ഥാനപരമാണെന്ന് പറയാൻ കാരണം എല്ലാ കൾച്ചറിലും ഈ വികാരങ്ങൾ പ്രകടമാക്കുന്ന രീതികൾ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. ഏത് സംസ്കാരത്തിൽ പോയാലും അതിനധികം വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ 6 വികാരങ്ങൾ: കോപം, 1 കോപം, 2 ഭയം, 3 വെറുപ്പ്, 4 സന്തോഷം, 5 ആശ്ചര്യം, 6 ദുഃഖം. കോപം, ഭയം, വെറുപ്പ്, സന്തോഷം, ആശ്ചര്യം, ദുഃഖം. വേറെയും വികാരങ്ങളുണ്ട്, പക്ഷെ ഇത് ഫണ്ടമെന്റലാണ്, അടിസ്ഥാനപരമാണ്, യൂണിവേഴ്സലാണ്. എല്ലാവരിലും ഒരേ രീതിയിലാണ് മിക്കവാറും ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന രീതി. അപ്പോൾ എല്ലാ മനുഷ്യരും ഈ വികാരങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അനുഭവിക്കുന്നു. പക്ഷെ അവർ അതിനെ എത്ര ഇന്റൻസിറ്റിയിൽ അത് പ്രകടമാക്കുന്നു എന്നുള്ളത് അത് ഓരോരോ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ട് വ്യത്യാസമുള്ളതാണ്. ഓരോ വ്യക്തികൾ അവരുടെ ജീവിത രീതികളിൽ നിന്നും പഠിച്ചെടുത്തിട്ടുള്ളത്, അത് പ്രകടമാക്കുന്ന രീതി, എത്രത്തോളം അത് പ്രകടമാക്കുന്നു എന്നുള്ളത്, അത് ഓരോ സംസ്കാരങ്ങൾക്കും ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ടും അത് വ്യത്യാസപ്പെട്ടിരിക്കും. ചില സംസ്കാരങ്ങളിൽ ഈ വികാരങ്ങൾ പ്രകടമാക്കുന്നത് സംബന്ധിച്ചിട്ട് കാര്യമായ ചില നിയമങ്ങൾ, അത് ഡിസ്പ്ലേ ചെയ്യുന്ന റൂൾസ് സംബന്ധിച്ചിട്ട് ചില സംസ്കാരങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ്, നമ്മൾ ജാപ്പനീസ് ജനതയെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ വികാരങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രകടമാക്കുന്നത് സംബന്ധിച്ചിട്ട് അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് അവർക്കുള്ളത്. അവർ പൊതുവെ പൊതുസ്ഥലങ്ങളില് അവർ അങ്ങനെ വികാരങ്ങൾ പ്രകടിപ്പിക്കില്ല. അവർ എപ്പോഴും കൂളായി, കാമായി, പുറമെ എങ്കിലും അവർ അപ്രകാരം വളരെ ഡിസ്പ്ലേ ചെയ്യുന്നത്, പൊതുസ്ഥലങ്ങളിൽ പ്രകടമാക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വികാരങ്ങൾ പ്രകടമാക്കുന്നതിൽ ഓരോ സംസ്കാരങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. ഈവൻ സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യാസമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും വികാരങ്ങൾ എന്താണ്,
അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു പൊതുവായ ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. എവിടെയാണ് ഇതിന്റെ ഒരു ഉറവിടം? ദൈവത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ട് സാധിക്കും. വികാരങ്ങളുടെ ഉറവിടം അത് ദൈവത്തിൽ തന്നെയുണ്ട്. ദൈവത്തിന് ഈ വികാരങ്ങളെല്ലാം വൈകാരികമായ ഒരു തലം ദൈവത്തിനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അല്ലെ, ഒരു സ്നേഹവാനായ ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത്രത്തോളം അല്ലെ തന്റെ സ്വപുത്രനെ അയക്കുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വികാരം അവിടെ പ്രകടമാണ്. 103-ാം സങ്കീർത്തനം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അവിടെ അവന്റെ കരുണ എന്ന് പറയുന്ന വികാരം അവിടെ അതിനെ പറ്റിയിട്ട് അവിടെ പറയുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, പുറപ്പാട് 32-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു എന്നാണ് പറയുന്നത്. ദൈവം കോപിക്കും? ദൈവത്തിന് കോപമുണ്ടോ? എന്റെ കോപം അവർക്ക് വിരോധമായി സംസാരിച്ചു. സഫന്യാവ് 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയും: നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നിന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കും. അവൻ സന്തോഷം അനുഭവിക്കും. യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ അവൻ വിഷമിച്ചിരുന്നത് നമുക്കറിയാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ വികാരങ്ങൾ ദൈവത്തിലുള്ളതാണ്. ദൈവമാണ് അതിന്റെ ഉറവിടം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അങ്ങനെ അവന്റെ പ്രത്യേക സൃഷ്ടികളായ നമുക്കും ആ ഒരു സവിശേഷത, വികാരങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക തലങ്ങളുള്ള ഒരു സവിശേഷത മനുഷ്യർക്കും കടന്നു വന്നു. എന്നാൽ ഈ വികാരങ്ങൾ സ്വയമേ അതിന്റെ ഒറിജിനൽ ഇതിൽ അത് പാപയികമല്ല, അത് ദോഷമുണ്ടാക്കുന്ന ഒന്നല്ല. ദൈവത്തിന്റെ ആ നല്ല സൃഷ്ടിയുടെ, ദൈവത്തിന്റെ നന്മയുള്ള ആ സൃഷ്ടിയുടെ ഭാഗമാണ് ഈ വികാരങ്ങൾ. ദൈവമാണ് അതിന്റെ സോഴ്സ്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. അവന്റെ സ്വരൂപത്തിലാണ് നാം ഉള്ളത്. അവന്റെ സാദൃശ്യത്തിലാണ് നാം ഉള്ളത്. അങ്ങനെ നമ്മളും ആ വൈകാരിക തലങ്ങളിൽ നമുക്കും കടന്നു വരും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദാമും ഹവ്വയും ഈ വികാരങ്ങളുടെ ഏറ്റവും ശുദ്ധമായ, ദൈവം ഉദ്ദേശിച്ച രൂപത്തിൽ ആ വൈകാരിക തലം അനുഭവിച്ചിട്ടുള്ളവരാണ് ആദമും ഹവ്വയും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ അല്ലെ, അവർ ആദം ഹവ്വയെ കണ്ടപ്പോൾ അവന് അല്ലെ സന്തോഷവും ആനന്ദവും ഉണ്ടായി. ആനന്ദം, സന്തോഷം, സ്നേഹം, സഹവർത്തിത്വം, സമാധാനം, സംതൃപ്തി, ഇതെല്ലാമായിരുന്നു ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും അനുഭവിച്ചിരുന്നത്. മാറിപ്പോകാത്ത, ഭയമില്ലാത്ത, കുറ്റബോധമില്ലാത്ത, ലജ്ജയില്ലാത്ത, വെറുപ്പോ മറ്റൊന്നും ഇല്ലാത്ത കളങ്കരഹിതമായ ഒരു വൈകാരിക തലം ആദമും ഹവ്വയും
ഏദൻ തോട്ടത്തിൽ അവർ അനുഭവിച്ചിരുന്നു. ആരംഭം മുതലേ വികാരങ്ങളുണ്ട്, എന്നാൽ അത് പോസിറ്റീവായിരുന്നു, യോജിപ്പുള്ളതായിരുന്നു, പാപരഹിതമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വൈകാരിക തലത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മുന്നോട്ട് കടന്നു വരുമ്പോൾ മനുഷ്യന്റെ വീഴ്ച, പാപത്തിന്റെ എൻട്രി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യന്റെ വൈകാരിക തലത്തിന് ആ വീഴ്ച അത് ദുഷിച്ചതാക്കി കളഞ്ഞു. അവന്റെ വൈകാരിക തലത്തെ വികലമാക്കി കളഞ്ഞു. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ ആ പോസിറ്റീവായിരുന്ന പലതിലേക്കും അത് വികലമായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില്ല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. അവിടെ ലജ്ജ, ഷെയിം, നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ അതിനെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. ലജ്ജ അവിടെ കടന്നു വരുന്നത് നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന ഭയം അവിടെ കയറി വന്നു. വീണ്ടും നമ്മൾ ആ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് കുറ്റപ്പെടുത്തൽ. ആദം ഹവ്വയെ കുറ്റപ്പെടുത്തി, ഹവ്വ പാമ്പിനെ കുറ്റപ്പെടുത്തി. കുറ്റബോധം, കുറ്റം ചെയ്തു എന്നുള്ള അറിവ് അവരുടെ ഉള്ളിൽ ഉണ്ടായി. പക്ഷെ അവർ അതിനെ മറയ്ക്കുവാനായിട്ട് ശ്രമിച്ചു, അതിനെ മറ്റേയാളെ അതിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചു, ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ ഉള്ളിൽ ആ ഒരു കുറ്റം ചെയ്തു എന്നുള്ള ഒരു ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. കുറ്റബോധത്തിന്റെ ഗിൽറ്റിന്റെ ആ ഒരു ആവിർഭാവം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കോപം, അസൂയ, കയ്യിന് ഏറ്റവും കോപമുണ്ടായി. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 8-ാം വാക്യം, കയ്യിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി, ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. വൈകാരിക തലങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ചു. അത് ദുഷിച്ചതായി, വികലമായി പാപം ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ വൈകാരിക തലം അത് പാപയികമായി തീർന്നു, വൈകൃതമുള്ളതായി തീർന്നു. എന്നാൽ ദൈവം സൃഷ്ടിച്ചത് അവന്റെ ഉദ്ദേശത്തിൽ പാപരഹിതമായ, പാപത്തിന്റെ ആഘാതങ്ങളൊന്നും ഇല്ലാത്തതായ ഒന്നായിരുന്നു ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ മനുഷ്യൻ പാപം മൂലം അതിനെ വൈകൃതമാക്കി കളഞ്ഞു. സമാധാനം വരേണ്ടിടത്ത് ഭയവും ഉത്കണ്ഠയും കയറി വരാൻ തുടങ്ങി. നിഷ്കളങ്കമായിരിക്കുന്നിടത്ത് ലജ്ജയും കുറ്റബോധവും കയറി വന്നു. സ്നേഹമായിരിക്കേണ്ടടുത്ത് അസൂയയും വെറുപ്പും കടന്നു വരുവാനായിട്ടിടയായി. നമുക്കറിയാം, ലോകത്ത് പല യുദ്ധങ്ങൾ നടക്കാറുണ്ട്. വേൾഡ് വാർ 1, വേൾഡ് വാർ 2, 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും. ആ കാലഘട്ടത്തിൽ മനുഷ്യന് ഉണ്ടാക്കിയ ആഘാതം അത് കേവലം അതിലെ
അതിൽ സജീവമായി നിന്ന പടയാളികൾക്കും ആ യുദ്ധം നടന്ന സ്ഥലത്തും ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അതിന്റെ ആഘാതങ്ങൾ. ധാരാളം സാധാരണക്കാരായ ജനങ്ങൾ, യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്തവർ, സാധാരണക്കാരായ ധാരാളം ജനങ്ങൾ അതിന്റെ ആഘാതം വഹിച്ചിട്ടുണ്ട്. അവർക്കുണ്ടായ ക്ഷാമം, അവർ ഏറ്റ അബ്യൂസ്, അതുമൂലമുണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ ഏറെ സ്വാധീനിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദന്മാരുടെ വംശഹത്യ നടന്നു. ഏകദേശം 6 മില്യൺ യൂറോപ്യൻ യഹൂദന്മാരുടെ വംശഹത്യയാണ് ആ കാലഘട്ടത്തിൽ നാസി നടത്തിയത്. നമ്മൾ അതിനെ ഹോളോകോസ്റ്റ് എന്ന് അതിനെ പറയാറുണ്ട്. അതിനെ അതിജീവിച്ചവർ പോലും, ആ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവർ പോലും എത്രയോ വർഷങ്ങൾ, അവരുടെ ജീവിതകാലം മുഴുവനും അതിന്റെ ആഘാതം അവർ ഏറ്റുവാങ്ങി. ആ കുറ്റബോധം, ആ ഫ്ലാഷ് ബാക്കുകൾ, ആ വിശ്വാസക്കുറവ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യരുടെ ഹൃദയത്തിൽ ഉള്ളിൽ നിന്നും അത് മാഞ്ഞുപോയില്ല. അനേകം സ്ത്രീകൾക്ക് അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. ആ ഗ്രീഫ് അവരുടെ ഉള്ളിൽ ഉണങ്ങാതെ നൂറ്റാണ്ടുകൾ, അല്ലെങ്കിൽ കുറെ ഡെക്കേഡ്സ്, കുറെ വർഷങ്ങൾ അത് അവരുടെ ഉള്ളിൽ മായാതെ നിൽക്കുന്നു. കുട്ടികൾ ബോംബിന്റെ ശബ്ദങ്ങളും കോലാഹലങ്ങളും അവിടെ ഇവിടെയൊക്കെ കേൾക്കുമ്പോൾ രാത്രി പേടിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, കിടക്കയിൽ മൂത്രം ഒഴിക്കും, സംസാരശേഷി നഷ്ടപ്പെട്ടു പോകും. ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രത്യേകതരം ഒരു അനുഭവമാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. അതിന് ഷെൽ ഷോക്ക് എന്നും പേര് പറയുന്നുണ്ട്. ആയിരക്കണക്കിന് പട്ടാളക്കാർ, അവർക്ക് പെട്ടെന്ന് അവർക്കൊരു പരാലിസിസ് വരും. അവരുടെ ശരീരം അനങ്ങാതെയാകും. ബ്ലൈൻഡ്നെസ്, കാഴ്ച അവർക്ക് നഷ്ടപ്പെട്ടു പോകും. സംസാരശേഷി നഷ്ടപ്പെട്ടു പോകും. ഫിറ്റ്സ് പോലെ വരും അത്. എന്നാൽ അതിനെന്തെങ്കിലും ഫിസിക്കൽ റീസൺസ് ഉണ്ടോ? ഒരു ശാരീരിക കാരണവും അതിന് പറയാനില്ല. കാലിന് എന്തെങ്കിലും പറ്റിയിട്ടാണോ? അല്ല. എന്നാൽ നടക്കാൻ സാധിക്കുന്നില്ല. ഭീകരമായ ആക്രമണം, അത് നേരിൽ കാണുന്നത്, അതുണ്ടാക്കുന്ന മാനസികമായ വൈകാരികമായ ആ ഒരു ട്രോമ, അത് ശരീരത്തിലേക്ക് പകർന്നു പിടിക്കുന്നതാണ്. പെട്ടെന്ന് ഒരു പട്ടാളക്കാരന് നടക്കാൻ കഴിയാതെ വരും. കാലിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു ചെറുപ്പക്കാരനായ ഒരു യുവാവ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ അവൻ ഒരു ബോംബാക്രമണം ഉണ്ടായപ്പോൾ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവൻ കാണുന്നത് അവന്റെ ഏറ്റവും ഉറ്റ സുഹൃത്ത് അവന്റെ തൊട്ടപ്പുറത്ത് കൊല്ലപ്പെട്ട് കിടക്കുന്നതാണ് അവൻ കണ്ടത്. അടുത്ത ദിവസം മുതൽ അവന്റെ സംസാരശേഷി ഇല്ലാതെയായി. ഡോക്ടർമാർ പരിശോധിച്ചു, അതിന് അവന്റെ തൊണ്ടയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല.
അവന്റെ ബ്രെയിനിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അവന്റെ മനസ്സ് അടഞ്ഞുപോയി. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വന്നപ്പോഴും ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പ്രിയമുള്ളവരെ. എന്നാൽ ഈ യുദ്ധങ്ങൾ അത് പുറമെ മാത്രമല്ല, അകത്തും യുദ്ധങ്ങൾ നടക്കുന്നു. യേശുക്രിസ്തു ഗെത്സമനയിൽ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഇയ്യോബ് പറഞ്ഞു, ഭക്ഷണത്തിന് മുൻപേ എനിക്ക് നെടുവീർപ്പ് വരുന്നു, എന്റെ ഞെരുക്കം വെള്ളം പോലെ ഒഴുകുന്നു. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കും. ഇയ്യോബ് പറയുന്നതാണ്. പ്രിയമുള്ളവർ, വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്രകാരം വൈകാരികമായ പോരാട്ടങ്ങൾ അനുഭവിച്ച ധാരാളം പേരെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഹന്ന, ദാവീദ്, പത്രോസ്, പൗലോസ്, ഇങ്ങനെ ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നാം ഒറ്റയ്ക്കല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. പ്രിയമുള്ളവർ, നമ്മളുടെ വൈകാരിക സംഘടനകൾ, നമ്മളുടെ വൈകാരിക പോരാട്ടങ്ങൾ നാം ഒറ്റയ്ക്കല്ല. അനേകം പേർ അതിനെ അതിജീവിച്ച അനേകം പേരുടെ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിനെ അതിജീവിച്ച, ദൈവം അതിജീവിക്കുവാനായി സഹായിച്ച അനേകം പേരെ ഈ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തും. വൈകാരികമായ പോരാട്ടങ്ങൾ വേദപുസ്തക ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമ പുതിയ നിയമ കാലഘട്ടത്തിൽ അനേകർ കടന്നു വന്ന ഒരു മേഖലയാണെന്ന് നാം കണ്ടു. എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്യാൻ വലിയവനായ ദൈവത്തിന്റെ സഹായം അവർക്ക് ലഭിച്ചു. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ സഹായിപ്പാൻ ഒരു കർത്താവുണ്ട്. അനേകർ ഇതിനെ പോരാടി ജയിച്ചവരാണ്, ഓവർകം ചെയ്തവരാണ്. അത് നമുക്ക് പ്രത്യാശയും ആശ്വാസവും നൽകും. ഏതെല്ലാം തരത്തിലുള്ള വൈകാരിക പോരാട്ടങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്? ഒന്നാമതായി നാം കടന്നു പോകുന്ന ഒരു വൈകാരിക പോരാട്ട മേഖല എന്നുള്ളത് നമ്മളുടെ ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠയാണ്. എപ്പോഴാണ് നമുക്ക് ഭയം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്നത്? എവിടെയൊക്കെയോ എൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ട് എന്ന് നാം എവിടെയെല്ലാം കണക്കാക്കുന്നുവോ, അതെനിക്ക് അപകടമാണ്, അതെന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് നാം ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മളുടെ മനസ്സ് പറയുമോ, അപ്പോഴെല്ലാം നമ്മളുടെ മനസ്സിൽ ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ അതൊരു സ്വാഭാവിക പ്രതികരണമായിട്ട് കയറി വരും. ഈ വീണുപോയ ഈ ലോകത്ത് പലപ്പോഴും നമ്മളുടെ ഭയവും ഉത്കണ്ഠയും അത് അമിതമായി പോകുന്നു, അതല്ലെങ്കിൽ അത് സ്ഥാനം തെറ്റിപ്പോകുന്നു. ഒരു നിരന്തരമായ വേവലാതി അത് നമ്മെ അലട്ടുന്നു. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? നമ്മളുടെ ഊർജം നമുക്ക് നഷ്ടപ്പെടുന്നു, മറ്റുള്ളവരെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടലുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി, അവൻ ഇരുട്ടിനെ പേടിയാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമാണോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡേഞ്ചർ അവിടെ ഉണ്ടായിട്ടല്ല. പക്ഷെ എങ്കിലും അസ്ഥാനത്തുള്ള ചില ഭയങ്ങൾ, ചില മുതിർന്നവർക്ക്
അവരുടെ ഉള്ളിൽ എപ്പോഴും വേവലാതിയാണ്. അത് വാട്ട് ഇഫ്, അത് അങ്ങനെയായാൽ പിന്നെ എന്താകും, ഇത് ഇങ്ങനെ സംഭവിച്ചാൽ പിന്നെ അത് എങ്ങനെയാകും. എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് വേവലാതിപ്പെട്ട് ഭയവും ഉത്കണ്ഠയും നമ്മിലേക്ക് കടന്നു വരുന്നു. ആദാമിന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്ത് ദൈവം അവനെ അന്വേഷിച്ചു വന്നപ്പോ അവൻ ഭയപ്പെട്ട് അവൻ ഒളിക്കുകയാണ് ഉണ്ടായത്. ഭയം അവന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവർ അക്കരയ്ക്ക് പോകുമ്പോൾ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്. അവർ ഉത്കണ്ഠപ്പെട്ടു, ഭയം അവരുടെ ഉള്ളിൽ വന്നു. യേശുവിനോട് അവർ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. നാമും ഭയത്തിലൂടെ കടന്നു പോകാറില്ലേ? ഉത്കണ്ഠപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറില്ലേ? ചില സമയങ്ങളിൽ നമ്മൾ വെപ്രാളപ്പെടാറില്ലേ? ഇനി എന്താകുമെന്ന ആ ചിന്താഭാരം നമ്മെ അലട്ടാറില്ലേ? ഭയം, ഉത്കണ്ഠ നമ്മൾ കടന്നു പോകുന്ന ഒരു വൈകാരിക പോരാട്ടമാണ്. രണ്ടാമതായിട്ടുള്ളതാണ് കുറ്റബോധം അഥവാ നാണക്കേട്, ഗിൽറ്റ് ഓർ ഷെയിം. ഞാൻ എന്തോ തെറ്റു ചെയ്തു എന്ന ബോധം, അതല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള ആ ഒരു വിചാരം. കുറ്റബോധം ചിലപ്പോൾ പശ്ചാത്താപത്തിലേക്ക് നയിക്കും. എന്നാൽ നമുക്ക് നമ്മോട് തന്നെ ലജ്ജ തോന്നിയാൽ അത് നമ്മളുടെ വ്യക്തിത്വത്തെ അത് ആക്രമിക്കും. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ മറച്ചു വെക്കും, രഹസ്യ സ്വഭാവം നമ്മിലേക്ക് വരും, നമ്മളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും. ഇങ്ങനെയൊക്കെ അത് നമ്മെ സ്വാധീനിക്കാൻ ഇടയുണ്ട്. ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നാം ഒരു പരാജയമാണ് എന്ന സ്വയം വിലയിരുത്തൽ നമ്മിലേക്ക് കടന്നു വരും. ആദമും ഹവ്വയും അവർ ഭയപ്പെട്ടു, അവർക്ക് ലജ്ജ തോന്നി, അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അവർ തങ്ങളുടെ നഗ്നത മറയ്ക്കാനായിട്ട് ശ്രമിച്ചു. ലജ്ജ. ദാവീദിന്റെ ജീവിതത്തിൽ ബത്ശേബയുമായിട്ടുള്ള ആ പാപത്തിലേക്ക് വന്നപ്പോൾ അവന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടായി. അതവനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. അങ്ങനെ എഴുതപ്പെട്ടതാണല്ലോ 51-ാം സങ്കീർത്തനം. എന്റെ പാപം എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ ഉള്ളിൽ ആ കുറ്റത്തെ പറ്റിയിട്ടുള്ള ബോധ്യം അവന്റെ ഉള്ളിൽ കടന്നു വന്നു എന്ന് നമുക്കറിയാം. പത്രോസ്, അവൻ യേശു ക്രിസ്തുവിനെ അവൻ തിരസ്കരിച്ചു പറഞ്ഞു. പുറത്തിറങ്ങി അവൻ അതിദുഃഖത്തോടെ അവൻ കരഞ്ഞു എന്ന് പറഞ്ഞു. ഉള്ളിൽ ആ ബോധ്യം കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ ഭരിക്കുന്ന കുറ്റബോധം എന്താണ്? ചെയ്തുപോയ ആ തെറ്റിനെ പറ്റിയിട്ട് ഉള്ള ഭാരം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടോ? ചെയ്തുപോയ ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു നാണക്കേട് നമ്മളെ ഭരിക്കുന്നുണ്ടോ? കുറ്റബോധം, നാണക്കേട്, ഈ വികാരങ്ങൾ പലപ്പോഴും നമ്മൾ പോരടിക്കുന്ന നമുക്ക് മുന്നിലുള്ള പോരാട്ടമാണ്. മൂന്നാമതായി നാം കടന്നു പോകുന്ന ഒരു വൈകാരിക തലമാണ് കോപം അല്ലെങ്കിൽ ആക്രമണോത്സുകത, ആങ്കർ ഓർ അഗ്രഷൻ. കോപം എല്ലായ്പ്പോഴും
പാപമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ കോപം വരുമ്പോൾ അനീതി പ്രവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അനീതിക്കെതിരായ രോഷം അത് പലപ്പോഴും നമ്മൾക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അത് ആവശ്യവുമാണ്. എന്നാൽ അനിയന്ത്രിതമായ ദേഷ്യം, ആക്രമിക്കുന്ന രീതിയിൽ കടന്നു വരുന്നത്, പ്രതികാരം, കയ്പ്, ഇതിലേക്കെല്ലാം നയിക്കപ്പെടുന്ന കോപം അത് നമ്മെ കാർന്നു തിന്നും. നമ്മുടെ ബന്ധങ്ങളെ അത് തകർത്ത് കളയും. നിയന്ത്രിക്കപ്പെടാത്ത കോപം നമ്മളുടെ പ്രത്യേകതയാണ്, നമ്മുടെ സ്വഭാവമാണ്. നമുക്കറിയാം, തീ നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് അടുപ്പിൽ നമുക്ക് തീയുടെ ഉപയോഗമുണ്ട്. എന്നാൽ അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയാൽ അതാകെ പ്രശ്നവുമാണ്. കയ്യിന്റെ ജീവിതത്തിൽ അവൻ കോപിച്ചു. ആ കോപം അവൻ എന്തിലേക്ക് നയിച്ചു? കൊലപാതകത്തിലേക്ക് അവൻ നയിക്കുവാനായിട്ട് ഇടയായി. സ്വന്തം സഹോദരനെ അവൻ കൊന്നു. ശൗൽ അസൂയപ്പെട്ടു ദാവീദിനോട്. ഒടുവിൽ അത് ചെന്നെത്തിയത് ദാവീദിനെ കൊല്ലാനായിട്ടുള്ള പരിശ്രമങ്ങളിലേക്കാണ്. ഇപ്രകാരം കോപം നമ്മളുടെ ഒരു പോരാട്ട മേഖലയാണ്. അത് പലപ്പോഴും നമ്മെ ചെന്നെത്തിക്കുന്നത് പാപത്തിന്റെ ദൈവഹിതത്തിനെതിരായിട്ടുള്ള അഗാധമായ കെണികളിലേക്കാണ്. നാലാമതായി നാം കടന്നു പോകുന്ന വൈകാരിക സംഘടന മേഖല എന്നുള്ളത് വിഷാദമാണ്. എന്തെങ്കിലും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, അതൊരു വസ്തുവാകാം, നമുക്ക് ഏറ്റവും വിലയുള്ള ചില ബന്ധങ്ങളാകാം. ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം വിഷാദത്തിലേക്ക്, നിരാശയിലേക്ക് കടന്നു പോകും. നഷ്ടങ്ങളിൽ ദുഃഖം അനുഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ നീണ്ടു നിൽക്കുന്ന നിരാശ, നീണ്ടു നിൽക്കുന്ന ദുഃഖം, അത് നമ്മെ വിഷാദത്തിലേക്ക് നയിക്കുന്നു. ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദനയെ, അതിനെ ഒന്ന് പ്രോസസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ ദുഃഖം സഹായിക്കുമെങ്കിലും പ്രതീക്ഷയും നമുക്ക് നഷ്ടപ്പെട്ട് അത് അങ്ങനെ മുന്നോട്ട് പോയാൽ അത് നമ്മളെ ആകെ തളർത്തിക്കളയും. പരിഹരിക്കപ്പെടാത്ത ചില നഷ്ടങ്ങൾ അത് നമ്മളുടെ ജീവിതത്തെ ഇരുണ്ടതാക്കി മാറ്റുന്നു. ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു നിസ്സഹായത നമ്മിലേക്ക് കടന്നു വരും. നമ്മൾ നമ്മളെ തന്നെ വിലയില്ലാത്തതായി കണക്കാക്കുവാൻ ആരംഭിക്കും. യോബിന്റെ ജീവിതത്തിൽ, യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാത്തത് എന്ത്? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നത് എന്ത്? അത്രത്തോളം ഹൃദയഭാരം, വിഷാദം അവനെ ബാധിച്ചിരുന്നു. ദാവീദ് ഇപ്രകാരം കരഞ്ഞു. സങ്കീർത്തനം 42:5: എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നതെന്ത്? വിഷാദത്തിന്റെ മേഖലകളിലൂടെ ദാവീദിന്റെ ജീവിതം കയറിയിറങ്ങി. ഏലിയാവ് അവനൊരിക്കൽ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നുകൊണ്ട് അവൻ മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്നവൻ കരഞ്ഞു. നമ്മളുടെ ഉള്ളിൽ നിരാശയുണ്ടോ? വിഷാദം നമ്മളുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടോ? ചില നഷ്ടങ്ങളെ പറ്റിയിട്ടുള്ള ഭാരം ഇന്നും നമ്മെ തളർത്തുകയാണോ? പരിഹരിക്കപ്പെട്ടിട്ടില്ലേ? അത് ജീവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലേ? വിഷാദം നമ്മളെ പിറകോട്ടടിക്കുന്നു. അഞ്ചാമത്തതാണ് ഏകാന്തത
അല്ലെങ്കിൽ തിരസ്കരണം, ലോൺലിനെസ് ഓർ റിജക്ഷൻ. നമുക്കറിയാം, മനുഷ്യർ അവർ പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇത്രയും പേർ ഇതുപോലെ നമ്മൾ ഈ ഒരു മാധ്യമത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. എന്നാൽ തിരസ്കരണം, മറ്റുള്ളവർ നമ്മെ തിരസ്കരിക്കുന്നത്, നമ്മെ ഒറ്റപ്പെടുത്തുന്നത്, അത് ആഴമുള്ള വൈകാരിക മുറിവുകളാണ്. ആരും സ്നേഹിക്കുന്നില്ല എന്ന തോന്നലിലേക്ക് അത് നയിക്കും. എന്നെ ആർക്കും വേണ്ട എന്ന വിചാരത്തിലേക്ക് നമ്മളെ അത് നയിക്കും. ചില ഘട്ടങ്ങളിൽ ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ബന്ധങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട് എങ്കിലും അതിന്റെ നടുവിലും നമ്മൾ ഏകാന്തത അനുഭവിക്കാൻ ഇടയാകും. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന ചിന്ത നമ്മളെ ഭരിക്കും. വേദപുസ്തകത്തിലേക്ക് നോക്കിയ യോസഫിനെ അവന്റെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തി. 142 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. രാജാവാണ് അയൽ, അവന്റെ പ്രാണന് വേണ്ടി കരുതാൻ ഒരു മനുഷ്യനെ പോലും അവൻ കണ്ടില്ല. ഏകാന്തതയും തിരസ്കരണവും അവൻ അനുഭവിച്ചു. യേശു ക്രിസ്തുവിനെ പറ്റി പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, 53:3: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടും, ത്യജിക്കപ്പെടും, വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നവൻ. കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. മനുഷ്യർ അവനെ തള്ളിക്കളഞ്ഞു. ആരുടെ ഇടയിലേക്ക് അവൻ കടന്നു വന്നോ അവർ അവനെ തള്ളിക്കളഞ്ഞു. നാം കടന്നു പോകുന്ന പോരാട്ട മേഖലയാണ് നാം അനുഭവിക്കുന്ന ഏകാന്തതയും തിരസ്കാരം. എവിടെയാണ് ഇതിന്റെ എല്ലാം ആരംഭം? മനുഷ്യന്റെ പാപവും വീഴ്ചയുമാണ് ഇതിന്റെ എല്ലാം ആരംഭം. തകരുന്ന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ നമ്മെ ഇതിലേക്ക് നയിക്കാം. ചില നഷ്ടങ്ങൾ നമ്മെ ഇതിലേക്ക് നയിക്കാം. ജീവിതത്തിന്റെ സമ്മർദ്ദം, ആധുനിക ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾ നമ്മെ ഈ പോരാട്ടങ്ങളിലേക്ക് തള്ളിയിടാം. സാത്താൻ നമ്മളുടെ ചെവിയിൽ ഓതുന്ന ചില നുണകൾ, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചില നുണകൾ നമ്മെ ഇപ്രകാരമുള്ള പോരാട്ടങ്ങളിലേക്ക് കടത്തിവിടാം. എന്താണ് നമ്മളുടെ ജീവിതത്തില് ഇപ്രകാരമുള്ള പോരാട്ടങ്ങളിലേക്ക് വരുവാനായിട്ടിടയായത്? എന്ത് തന്നെയാണെങ്കിലും, കാരണം എന്താണെങ്കിലും, ഇതിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതവും. ലാസറിന്റെ ഭവനത്തിൽ വെച്ചിട്ട് അവൻ കണ്ണുനീർ വാർത്തു. പരിശുദ്ധാത്മാവിനാൽ അവൻ ആനന്ദിച്ച നിമിഷങ്ങളുണ്ട്. മനുഷ്യരുടെ ഹൃദയകാഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ച് കോപത്തോടെ ചുറ്റും നോക്കിയ സന്ദർഭമുണ്ട്. പുരുഷാരത്തെ കണ്ട് അവർ ഇടയില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ പറ്റി മനസ്സറിഞ്ഞ സന്ദർഭങ്ങളുണ്ട്. യേശു നമ്മളെ പഠിപ്പിച്ചത് നാശത്തിന് വേണ്ടിയിട്ടല്ല, സൗഖ്യത്തിന് വേണ്ടിയിട്ടും വിശുദ്ധിക്ക് വേണ്ടിയിട്ടും നമ്മുടെ വികാരങ്ങളെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. വികാരങ്ങളെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വീണ്ടെടുപ്പ്, യേശുവിങ്കലേക്ക് തിരിയുന്നത് ആ വൈകാരിക തലങ്ങളെ വീണ്ടെടുക്കുവാൻ അത് സഹായിക്കും. അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുവാൻ ഈ പോരാട്ടങ്ങളിലെ
അതിജീവനം, ദൈവിക ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാൻ അത് നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഒന്ന് നമ്മിലേക്ക് തന്നെ നോക്കിയാൽ, ഞാൻ എപ്പോഴും ഉത്കണ്ഠാകുലനാണ്? പരിഹരിക്കപ്പെടാത്ത കുറ്റബോധത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? എപ്പോഴും ദേഷ്യമാണ്? വൈകാരികമായ മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ? ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടോ? സൗഖ്യം ദൈവത്തിന്റെ പക്കലുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു സൗഖ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, മുറിവുകളെ കണ്ടെത്തുക, അത് അംഗീകരിക്കുക. ദൈവസന്നിധിയിൽ നാം നമ്മുടെ മുറിവുകളെ കണ്ടെത്തുന്നതാണ്, അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്നതാണ് ആദ്യത്തെ ചുവട്. ആദമിനെ ഏദൻ തോട്ടത്തിൽ അവൻ പാപം ചെയ്തതിന് ശേഷം ദൈവം അവനെ അന്വേഷിച്ചു വരുന്നപ്പോൾ അവന്റെ കാര്യം തുറന്ന് അവൻ സമ്മതിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്നവൻ പറഞ്ഞു. ഒളിച്ചിരിക്കുകയാണ്, പക്ഷെ അവൻ പറഞ്ഞു ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണെന്ന് അവൻ തുറന്ന് സമ്മതിച്ചു. 62-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുക. കണ്ടെത്തുക, മുറിവുകളെ കണ്ടെത്തുക, അത് അംഗീകരിക്കുക. ഏതൊരു നല്ല ചികിത്സയ്ക്ക് മുൻപായിട്ട് ആദ്യം ആ രോഗം കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യും, എന്നിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ സൗഖ്യം വേണം, ആദ്യം മുറിവുകൾ നാം കണ്ടെത്തുക. രണ്ടാമതായിട്ടുള്ളതാണ്, നമ്മൾ കണ്ടെത്തിയ കാര്യത്തിന്റെ മേൽ ദൈവസന്നിധിയിൽ കുറ്റബോധവും പശ്ചാത്താപവും ആവശ്യമുള്ള ഇടങ്ങളിൽ നാം അതിലേക്ക് കടന്നു വരിക എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ അങ്ങനെ കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ നാം ദൈവസന്നിധിയിൽ അനുദപിക്കും. ദാവീദ് അവന്റെ ജീവിതത്തിൽ അവന്റെ കുറ്റബോധം അവനെ എന്തിലേക്ക് നയിച്ചു? പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. തെറ്റുകൾ സംഭവിക്കുമ്പോൾ, വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അത് ഏറ്റുപറയുകയും അനുദപിക്കുകയും ചെയ്യണം. മൂന്നാമതായിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സിനെ നാം പുതുക്കുക, മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. മനസ്സിന് രൂപാന്തരം കൊണ്ടുവരിക, മാറുക, ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. നാലാമത്തെ ചൂടാണ് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നാം പകരുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുക. അത്ര വേണം പ്രാർത്ഥിക്കുക. നമ്മുടെ പോരാട്ടങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, ഭാരം അവന്റെ മേൽ കൈമാറുക. നമ്മളുടെ പിറകിലെ ആ ഘനമേറിയ ആ ബാഗ് എടുത്തിട്ട് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുക, കൈമാറ്റം ചെയ്യപ്പെടുക. അഞ്ചാമത്തത്, നമ്മൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. നമ്മുടെ ഭാരങ്ങളെ പരസ്പരം പങ്കുവെക്കുന്നത് വഴി, ചുമക്കുന്നത് വഴി, ഒരു ഭാരം ഒരാൾ ചുമക്കുന്നതും ആ ഭാരത്തെ 2-3 പേർ ചുമക്കുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ സമൂഹത്തിന്റെ സഹായം നമ്മൾ സ്വീകരിക്കുക. പലപ്പോഴും നമ്മൾ പോരാട്ടങ്ങളിലൂടെ വൈകാരികമായി തളർന്നിരിക്കുന്നവരെ കാണുമ്പോൾ അവരെ നമ്മൾ പഴിചാരാതെ
അവരെ നമ്മൾ മാറ്റി നിർത്താതെ, അവർ വീക്കാണെന്നും പറഞ്ഞ് ഒഴിവാക്കാതെ പരസ്പരം ഭാരങ്ങളെ ചുമക്കാൻ നമുക്ക് കഴിയും. ആറാമത്തെ കാര്യം എന്നുള്ളത് നിത്യതയിൽ പ്രത്യാശ വയ്ക്കുക. ഈ കഷ്ടതകളും ഈ പോരാട്ടങ്ങളും സംഘർഷങ്ങളുമെല്ലാം തീരുന്ന ഒരു ദിവസമുണ്ട്. അന്നാളിൽ അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇന്നത്തെ ഭാരങ്ങളും വേദനകളും എല്ലാം തീരുന്ന, അവസാനിക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അതാണ് നമ്മളുടെ ജീവിതത്തിന്റെ പ്രത്യാശ. ഏത് പോരാട്ടത്തിന്റെ നടുവിൽ, ഏത് സംഘർഷത്തിന്റെ നടുവിൽ കർത്താവിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ നമ്മൾ തകരും. എന്നാൽ നമ്മെ നിലനിർത്തുന്നത് ഈ കയറ്റത്തിന് അപ്പുറം ഒരു ഇറക്കമുണ്ട് എന്നുള്ള ആ പ്രത്യാശ, ഇതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു സംരക്ഷണം ഉണ്ടെന്നുള്ള ബോധ്യം, ഇതിലും ദൈവത്തിന്റെ സ്നേഹം എന്റെ പിന്നിലുണ്ട്, എന്നെ താങ്ങുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് പോരാട്ടങ്ങളുടെ നടുവിൽ തകർന്നു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളും. ഭാരങ്ങളെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും എപ്പോഴും ചിന്തിച്ചിരിക്കാതെ ചിന്തകളെ മാറ്റുക, നല്ലത് ചിന്തിക്കുക, പ്രത്യാശയുള്ള വചനങ്ങൾ കൊണ്ട് നമ്മളുടെ ഉള്ളത്തെ നിറയ്ക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക, നമ്മുടെ ചിന്താ തലങ്ങളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക. ചാൾസ് സ്പർജൻ, അവൻ പ്രസംഗകരുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചാൾസ് സ്പർജൻ കടന്നുപോയത് വിഷാദത്തിന്റെ യുദ്ധങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയത്. ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രസംഗകൻ. പക്ഷെ അവന്റെ ജീവിതത്തിൽ അവൻ നിരാശയോട്, വിഷാദത്തോട് അവൻ ആവർത്തിച്ച് പോരാടേണ്ടി വന്നു. ചില ഘട്ടങ്ങളിൽ ആഴ്ചകളോളം അവൻ കട്ടിലെ തന്നെ കിടക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിലും അവന്റെ ആത്മാവ് ഉള്ളിൽ തളർന്നിരിക്കുമ്പോഴും അവനെ ആശ്വസിപ്പിച്ചിരുന്നത് 42-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യമായിരുന്നു. അതവൻ കൂടെ കൂടെ മനസ്സിൽ ഉരുവിടുമായിരുന്നു: എന്റെ ആത്മാവെ, നീ ഉള്ളിൽ വിഷാദിച്ച് ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശലക്ഷ്യം, എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അവനുള്ളിൽ അത് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കും. പോരാട്ടത്തിന്റെ ജീവിതമായിരുന്നു. പക്ഷെ എങ്കിലും ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുവാൻ അവന്റെ ജീവിതത്തെ ദൈവം ഉപയോഗിച്ചു. ആശ്വാസത്തിന്റെ വചനങ്ങൾ, ചാൾസ് സ്പർജന്റെ ആശ്വാസത്തിന്റെ വചനങ്ങൾ അവന്റെ അനുഭവത്തിൽ നിന്നുമുള്ളതാകയാൽ അത് അനേകർക്ക് ആശ്വാസം നൽകി. പ്രിയമുള്ളവരെ, ഇന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. പോരാട്ടങ്ങളെ അംഗീകരിക്കാം. ദൈവസന്നിധിയിൽ നമുക്കത് ഇറക്കി വയ്ക്കാം. പ്രാർത്ഥനയിലൂടെ അത് നമുക്ക് കൈമാറാം. എന്താ നമ്മളുടെ സംഘർഷം? എന്താ നമ്മളുടെ ഭാരം? ഭാരം നമുക്ക് ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കാം. അത് നമുക്ക് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുന്ന ഒരിടമായി നമുക്കൊരു കറുത്ത സന്നിധിയുണ്ട്. ആ സന്നിധിയിലേക്ക് നമുക്ക് പകരാൻ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും കർത്തൻ തൻ കർത്താം
കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കർത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന, ഞങ്ങളെ സഹായിപ്പാൻ മതിയാകുന്ന നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ വൈകാരിക പോരാട്ടങ്ങളെ എല്ലാം സമർപ്പിക്കുക. കർത്താവെ, നിന്റെ ഉദ്ദേശങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഈ പോരാട്ടങ്ങൾ വഴിതെറ്റിച്ചു വിടുവാൻ ഇടയാകല്ലേ. ഈ പോരാട്ടങ്ങളുടെ നടുവിലും ദൈവമേ, ഞങ്ങളെ പറ്റിയുള്ള നിന്റെ ആഗ്രഹം, നിന്റെ ഇഷ്ടം, അതിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പോരാട്ടങ്ങളെ നീ ലഘൂകരിക്കണം കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ അതിജീവിക്കാനുള്ള ശക്തി നീ ഞങ്ങൾക്ക് നൽകണം കർത്താവെ. ഞങ്ങളുടെ മനസ്സ് പല കാര്യങ്ങളിലും പിറകിലേക്ക് വലിക്കുമ്പോൾ കർത്താവെ, അതിൽ വീണു പോകാതെ, തളർന്നു പോകാതെ നിൽപ്പാനുള്ള ബലം നീ ഞങ്ങൾക്ക് അനുദിനം നൽകി ഞങ്ങളെ നടത്തണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പോരാട്ടങ്ങളെ ഞങ്ങൾക്ക് ജയിക്കുവാൻ ആവശ്യമായ ശക്തിയാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകൾക്ക് നീ വ്യത്യാസം വരുത്തണമേ. ഞങ്ങളുടെ വൈകാരിക തലങ്ങൾക്ക് നീ മാറ്റങ്ങൾ വരുത്തണമേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. നീ ഞങ്ങളുടെ നാഥനാ, ഞങ്ങളുടെ രക്ഷകനാ, ഞങ്ങൾക്ക് ആശ്വാസം പകരുന്നവനാ, ഞങ്ങളെ നടത്തുന്നവനാ. അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്മയായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.